അടുത്ത ചോദ്യത്തിലേക്ക് പ്ലീസ്. നമ്മുടെ ഇപ്പോൾ ഈ ജോണി നെല്ലൂർ UDF നിന്ന് പോയ കഥകളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ ഒരു വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. അദ്ദേഹം UDFന്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം UDFന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഒരു ഇടനിലക്കാരൻ മുഖേന BJPയുടെ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ വണ്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തുന്ന ഓഡിയോ ക്ലിപ്പിംഗ് ഒക്കെ കേരളത്തിലെ പ്രമുഖ ചാനലുകൾ പുറത്തുവിട്ടതാണ്. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം VV അഗസ്റ്റിൻ പ്രസിഡന്റായി, അദ്ദേഹം വൈസ് പ്രസിഡന്റായി, മുൻ MLA മറ്റൊരു MLA കൂടെ കൂട്ടി ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി BJPയുടെ ഘടകകക്ഷിയാകാൻ തിരുവനന്തപുരത്ത് TV-യിലിരിക്കുക. പ്രധാനമന്ത്രി വിളിക്കുമെന്നോർത്ത് അദ്ദേഹമാണ് ഇന്ന് BJPക്കെതിരെ മണിപ്പൂർ സംഭവം ഉൾപ്പെടെയുള്ള വളരെ വാചാലമായിട്ട് BJPക്കെതിരെ പറയുന്നത്. അന്ന് പ്രധാനമന്ത്രി അദ്ദേഹവുമായിട്ട് ചർച്ച നടത്താത്തതുകൊണ്ട് ആ പാർട്ടി പുള്ളി പിരിച്ചുവിട്ടു. കാരണം പ്രധാനമന്ത്രി വരികയും അമിത്ഷാ വന്ന അന്നും ഇവർ തിരുവനന്തപുരത്ത് TV-യിലിരിക്കുക, ഫോൺ തെരുതെറിയെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക, കോള് വരുന്നുണ്ടോ എന്ന്. പക്ഷേ BJPക്ക് ഈ കാലുമാറ്റക്കാരെ അറിയാവുന്നതുകൊണ്ട് BJP ഉൾക്കൊണ്ടില്ല. അതുകൊണ്ടാണ് പുള്ളി ഇന്നിപ്പോൾ നേരെ പോയി പഴയ ലാവണത്തിലേക്ക് പോയി അവിടെ ചേർന്നിട്ട് ഇന്ന് LDF പ്രതിനിധിയായിട്ട് ഇന്ന് ഈ സംസാരമൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു, ഇന്ന് ഈ കാർഷിക മേഖലയുടെ റബ്ബറിന് വില 250 ആക്കുമെന്ന് ജോസ് കെ മാണി ഉൾപ്പെടെ ഉള്ളവരെ പറഞ്ഞിട്ടാണല്ലോ അധികാരത്തിൽ വന്നത്. റബ്ബർ വിലയുടെതിരെ സംസാരിക്കുവാൻ ഈ ജോണി നെല്ലൂരിന് കഴിയുമോ? ഇതുവരെ ജോണി നെല്ലൂരെ ഉൾപ്പെടെയുള്ള റബ്ബർ വിലയുടെതിരെ പ്രതികരിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കാർഷിക മേഖലയുടെ വില തകർച്ചയ്ക്കെതിരെ പ്രതികരിക്കുവാൻ കേരള കോൺഗ്രസ് കഴിഞ്ഞിട്ടില്ല. എന്താ പറയുന്നത്? നിരന്തരമായ ഇടപെടൽ ജോസ് കെ മാണി നടത്തുന്നു. എന്താ നിരന്തരം? ഓരോ മെയിൽ അയച്ചെന്നാ പറഞ്ഞു. നിരന്തരമായ ഇടപെടൽ. കത്തയക്കുന്ന ഒരു ചെയർമാനായിട്ട് പുള്ളി മാറിയിരിക്കുക. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്ത് കൊടുക്കുക. കത്ത് മാത്രമേ കൊടുക്കുള്ളൂ, വേറെ ഒന്നും കൊടുക്കാറില്ല. അപ്പൊ അദ്ദേഹത്തിനെ പ്രതികരിക്കാൻ അദ്ദേഹത്തോട് കൂടെ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ കരികുമാറിനോട് ഒരു കാര്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുക. കരികുമാറെ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇന്ന് 10 വർഷമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ വിറ്റു തുളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ ഓഹരി വിറ്റഴിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. അതിനൊരു പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കി അതിനൊരു മന്ത്രിയെ വെച്ച് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുളച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് താങ്കളുടെ നിലപാട് എന്താണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം. ആദ്യം ജോണി നെല്ലൂർ. ഞാൻ എൻ്റെ സ്നേഹിതൻ ഇതുപോലെ ഒരു വില കുറഞ്ഞ ആരോപണമായിട്ട് വരുമെന്ന് പറയട്ടെ. നിങ്ങൾ പറയണ കേട്ടല്ലോ. വില കുറഞ്ഞ ആരോപണമായിട്ട് വരുമെന്ന് എനിക്കറിയില്ല. അഫീസ് നിങ്ങൾക്ക് വലുതാണെങ്കിൽ എനിക്ക് വല്ലതല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇദ്ദേഹം പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. ഏതോ ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റേതെന്ന് പറഞ്ഞു വന്നു. ഞാൻ അന്ന് തന്നെ പരസ്യമായി ഈ പ്രസ് ക്ലബിൽ ഇവിടെ വന്നത് നിഷേധിക്കുക മാത്രമല്ല, ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുകയും അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യാതൊരു ബന്ധവും അതുമായിട്ട് എനിക്കില്ല. മാത്രമല്ല, നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കോ, ഞാൻ കേരള കോൺഗ്രസ് ജാക്കോ വിഭാഗത്തിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ TN ജേക്കബ് ആവശ്യപ്പെട്ടതനുസരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു സ്നേഹിതനാണ് ഈ പറയുന്ന ആൾ. അതിനുശേഷം ഞാനുമായി മിണ്ടുകയോ കാണുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരാളുമായി, അത് മാത്രമല്ല, എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ അതുപോലൊരാളുടെ 3ാം സ്ഥാനം വേണോ? ശ്രീ പിണറായി വിജയൻ ഞങ്ങൾ ഒരുമിച്ച് MLA-മാരായിരുന്നവരാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഞങ്ങൾ ഒരുമിച്ച് MLA-മാരായിരുന്നവരാണ്. എനിക്കങ്ങനെ വേണമെങ്കിൽ നേരെ അവരോട് പോയി സംസാരിക്കാൻ പാടില്ലേ? ഒരു 3ാമൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ള ആളുകൾ വില കുറഞ്ഞ രീതിയിൽ അഭിപ്രായം പറയരുത്. പിന്നെ ഞാൻ UDF-ൽ നിന്ന് പോയി വേശ്യയുടെ പണിയാണ് ഇല്ലേ, വേശ്യ ചാരിത്രം പ്രസംഗം. വേശ്യയെക്കുറിച്ചും അറിയില്ല, ചരിത്രം എന്നാന്നും അറിയില്ല സഹോദരന്. അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് UDF-ൽ നിന്ന് പോയതറിയാമോ? ഞാൻ UDF-ൽ നിന്ന കാലം ആത്മാർത്ഥമായി നിന്നു. UDF-ൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. UDF-ൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പാർട്ടി ഉണ്ടാക്കാൻ പോയി എന്നുള്ളത് ശരിയാണ്. BJP-യുമായല്ല, പറയട്ടെ, BJP-യുമായല്ല, നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. ആ ആലോചന ഒരു ഘട്ടം പോയപ്പോൾ ഇത് ശരിയല്ല, അത് കേരളത്തിന് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മാറിയുന്നവനാണ്. 6 മാസം രാഷ്ട്രീയം ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിൽ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ വളരെ കാലമായി ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. നിരവധി മറ്റ് സംഘടനകളുണ്ട്. സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് ബഹുമാനായ മുഖ്യമന്ത്രിയെ കൊണ്ടൊരു നിവേദനം കൊടുക്കാൻ ഞാൻ പോയത്. മറ്റൊന്നുമല്ല, കേരളത്തിലെ റേഷൻ വ്യാപാരികൾ നേരിടുന്ന ഗൗരവങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, പഴയ പരിചയവും സുഹൃത്ത് ബന്ധമൊക്കെ വെച്ച് ചോദിച്ചു, എന്തടേ താനിങ്ങനെ രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് ഇതുപോലെ ഊർജ്ജസ്വലനായി കേരളത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച് എന്തിനു നിൽക്കുന്നു? നിങ്ങൾ സജീവമായി രാഷ്ട്രീയ രംഗത്ത് വരണം. അപ്പോൾ അദ്ദേഹം അടുത്ത വാക്ക് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നോടൊപ്പം ചേരണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളാക്കി വളർത്തിക്കൊണ്ടുവന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു, മാണി സാറല്ലേ, ആ മാണി സാറിൻ്റെ പൈതൃകമുള്ള പാർട്ടിയിലേക്ക് ചേരൂ.
എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ Yes. ഞാൻ ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞു ശരിയാണല്ലോ, ഞാൻ പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മാണി സാറ് കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമായി ഞാൻ മാറുമായിരുന്നു. എത്രയോ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നു, രേഖകൾ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ അറിയാം, സജിയെപ്പോലുള്ള ആളുകൾക്കറിയാം. അങ്ങനെയുള്ള എന്നെപ്പറ്റി തുറന്നൊരു പുസ്തകമാണ്. ഞാൻ ഒരു അധികാര കസേരയ്ക്ക് വേണ്ടി, ഒരു കോർപ്പറേഷന് വേണ്ടി പോയി എന്ന് പറഞ്ഞാൽ സഹോദര ഒരു കാര്യം മനസ്സിലാക്കണം. മന്ത്രിസ്ഥാനം വെച്ച് നീട്ടിയിട്ട് പറഞ്ഞു, നാളെ മന്ത്രി ആയിക്കൊള്ളൂ. അനിലിനറിയാമല്ലോ, TN ജേക്കബിനോടൊപ്പമില്ല എന്നൊരു പ്രസ്താവന മാത്രം എഴുതി കൊടുത്താൽ നാളെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രി ആയിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മന്ത്രിസ്ഥാനത്തേക്കാൾ വലുത് ഞാൻ നിൽക്കുന്ന പാർട്ടിയിൽ TN ജേക്കബിനെ വഞ്ചിക്കാതെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനമെന്ന് പറഞ്ഞ് ആ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാനൊരു കോർപ്പറേഷന് വേണ്ടി വിലപേശാൻ മൂന്നാമനുമായി പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർ ഈ നാട്ടിലാരും ഉണ്ടാകില്ല. ഒന്നുകൂടി പറയട്ടെ, അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും പറയരുത്. പിന്നെ BJPയെക്കുറിച്ച് ഞാൻ പറയുന്നു എന്ന്, BJPയെക്കുറിച്ച് ഞാൻ എല്ലാ കാലത്തും പറയാറുണ്ട്. റബ്ബറിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞു. എന്താ അറിയാവുന്നേ സഹോദരന് റബ്ബറിൻ്റെ വിലയെക്കുറിച്ച്? നിങ്ങളെന്താ ചെയ്തത്? കൃഷിക്കാർക്ക് വേണ്ടി എന്ന് പറയുന്നവർ റബ്ബറിന് വേണ്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റുമാനൂർ മുതൽ ഈ കോട്ടയം വരെ ഇടയ്ക്ക് കുറേ നേരം വണ്ടിയിലും ബാക്കി കുറേ നേരം നടന്നുമൊക്കെ ആയിട്ട് യാത്ര നടത്തിയാൽ അതാണോ റബ്ബറിൻ്റെ വില കൂട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ കാര്യം? ഒറ്റക്കാര്യം ഞാൻ പറയാം, 150 രൂപ ആരാ അനുവദിച്ചത്? മാണി സാറാ. KM മാണി സാറാണ് 150 രൂപ റബ്ബറിന് സംഭരണ വില വെച്ചത്. ആർക്കെങ്കിലും വിസ്മരിക്കാൻ കഴിയുമോ? മാണി സാർ കേരളത്തിൽ റബ്ബർ കൃഷിക്കാരുള്ള താല്പര്യം വെച്ച് 150 രൂപ 150 രൂപ വെച്ചു. ഞാൻ എന്തായാലും റബ്ബർ കർഷകരെ അവഗണിച്ചുകൊണ്ട് പറയട്ടെ, തെരഞ്ഞെടുപ്പ് ഇല്ല, നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 250 പറഞ്ഞു, UDF 250 പറഞ്ഞു. ഞാനാ പ്രകടന പത്രിക എഴുതിയ ഒരാൾ. 250 UDF പറഞ്ഞു. പക്ഷേ UDF അധികാരത്തിൽ വന്നില്ല. UDF പറഞ്ഞ് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. LDF പറഞ്ഞ് വിശ്വസിച്ചു. 170 രൂപയാക്കി. 150 സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും 170 ആക്കി. ഇപ്പോൾ ഇത്രയും വലിയ സാമ്പത്തിക ഞെരുക്കമുള്ളപ്പോൾ കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടതുകൊണ്ട് 10 രൂപ കൂട്ടി 180 രൂപയാക്കി. 180 രൂപയാക്കി. അത് നിങ്ങൾ വിസ്മരിച്ച് എന്തിയാ വിസ്മരിച്ച? ആട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയാ ഈ റബ്ബറിന് വേണ്ടി മുറവിളി കൂട്ടിയത്? ഈ കടുത്തുരുത്തിയിൽ നിന്ന് ഈ കോട്ടയം വരെ ഒരു ജാഥ നടത്തിയതിൽ അപ്പുറത്ത് നിങ്ങൾ റബ്ബറിന് വില കൂട്ടാൻ റബ്ബറിന് വേണ്ടി എന്താ ചെയ്തത് എന്ന് പറയൂ. എന്നിട്ട് റബ്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം ഏർപ്പാട്. അതുകൊണ്ട് റബ്ബർ കൃഷിക്കാരെ വിസ്മരിച്ചൊന്നും ഞങ്ങൾ പോവില്ല, പോകാൻ പറ്റില്ല. അടുത്ത ചോദ്യം. വളരെ കാലിക പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന അവസരത്തിൽ അങ്ങോട്ട് നോക്കിക്കുക, താങ്കൾ നേരെ തിരിഞ്ഞു നിന്ന് ആ ഒരു സംവിധാനത്തെ പറ്റി അങ്ങോട്ട് നോക്കണം. ഒരു ഭാർഗവി നിലയം കേരളത്തിലെ കഴിഞ്ഞ ഇടതു വലതു മുന്നണികളുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഇന്ന് 16-ാം തീയതിയായിട്ട് ശമ്പളം കിട്ടാത്ത കേരളത്തിലെ KSRTC ആരാണ് ഇതിന് ഉത്തരവാദി? സുഹൃത്തെ, ഞാൻ പറയും, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ നയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് പൊതുമേഖല മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വെള്ളൂരൊരു ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉണ്ടായിരുന്നു. ഇവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്ന് റബ്ബർ പാർക്കായി 2 തവണ കത്തിക്കഴിഞ്ഞു. ആരാണ്ട് വന്ന് എടുക്കുമെന്ന് പറഞ്ഞു. എന്താ ഈ അവസ്ഥ? ഞങ്ങൾ അടിസ്ഥാനപരമായി ഈ രാജ്യത്ത് സ്വകാര്യ മേഖലയും, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മൊബൈൽ ഫോൺ ഇത് BSNL മാത്രമായിരുന്ന കാലഘട്ടത്തിൽ ഇൻകമിംഗ് കോളുകൾക്ക് ഔട്ട്ഗോയിങ് കോളുകൾക്ക് 4 രൂപ ഉണ്ടാകുമായിരുന്നു. ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ? 239 രൂപയുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും സൗജന്യമായിട്ട് എത്ര നേരം വേണമെങ്കിലും വിളിക്കാം. ആരാണ് ഇതിന് കാരണം? വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് പ്രമോദ് മഹാജൻ കൊണ്ടുവന്ന നയമാണ് ഈ രാജ്യത്ത് ടെലികോം മേഖലയിലുണ്ടായ മാറ്റം. അത് BJPയുടെ നയമാ. ഈ രാജ്യത്ത് BJPയുടെ നയമാ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ രാജ്യത്ത് സ്വകാര്യ മേഖലയും വേണം. അതാണ് ഞങ്ങളുടെ പോളിസി. അതുവഴിയാണ് ഈ രാജ്യത്ത് വികസനം ഉണ്ടായിരിക്കുന്നത്. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പൊതുമേഖലയെ മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കരുത്. എനിക്ക് ചോദിക്കാനുള്ളത് UDFൻ്റെയും LDFൻ്റെയും പ്രതിനിധികളോടാണ്. കേരളം പോലെ ഇത്ര സസ്യശ്യാമള കോമളമായിരുന്ന ഒരു കേരളം ഇന്നതങ്ങനല്ല. 10-65 വർഷങ്ങളോളം മാറി മാറി ഭരിച്ച നിങ്ങൾ ഈ നാട്ടിൽ കൃഷി നശിപ്പിച്ചു, വ്യവസായം നശിപ്പിച്ചു, പുരോഗമനപരമായ ഒരു കാര്യങ്ങളും ചെയ്തില്ല.
കേരളത്തിന് റവന്യൂ വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് മേഖലകൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു, അല്ലെങ്കിൽ അതിനെയൊക്കെ നശിപ്പിച്ച് ഇന്നത്തെ ഈ സ്ഥിതിയിലെത്തിച്ചു. ഇന്നിവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. തുച്ഛമായ ഒരു 1600 രൂപ പെൻഷൻ കിട്ടിയിരുന്നത് പോലും 7 മാസമായിട്ട് കിട്ടുന്നില്ല. ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്ത് ചെറുതായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു BJPയുടെ ഒരു പ്രതിനിധിയാണ്. ഞാൻ ഓരോ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ അവിടെയുള്ളവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അനിൽ സാറേ നമുക്ക് സങ്കടം വരും. വെച്ചാൽ കച്ചവടം എന്ന് പറയുന്ന സംഗതിയില്ല. മനുഷ്യൻ്റെ കയ്യിൽ പർച്ചേസിങ് കപ്പാസിറ്റി ഇല്ല, പൈസ വരുന്നില്ല. പൈസ വരുന്നത് കുറച്ച് പൈസ വന്നു കഴിയുമ്പോൾ അതിവിടെ മൊത്തമായിട്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ ഇവിടെ ജോലി ചെയ്യുന്നത്. അവർ ഈ പണം അവരുടെ സ്വന്തം നാടുകളിലേക്ക് അയക്കുകയാണ്. ആ പണം പോലും ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. പിന്നെ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പൈസ വരാനുള്ള ഒരു മേഖലകളും ഇവർ വികസിപ്പിക്കുകയോ ഒരു കാര്യങ്ങളും ചെയ്യാതെ റവന്യൂ വരുമാനം ഓരോ വർഷവും താന്ന് ഇന്നത്തെ ഈ ദുരിത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ 7 വർഷമായിട്ട് LDF ഭരിക്കുന്നു. നമുക്കറിയാം ഏതെല്ലാം തരത്തിലുള്ള അഴിമതികളാണെന്ന്. ഇന്ന് നമ്മളിവിടെ കറന്ന് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് കേൾക്കുന്ന ജനങ്ങൾ പത്രം വായിക്കുന്നവരാണ്, ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. കൂടാതെ ജോണി സാറൊക്കെ പറയുന്ന പോലെ എന്തുവാ മതനിരപേക്ഷത, ഇത് കൊന്നു, ബീഫ് പിടിച്ചു, ഇതൊക്കെ പറഞ്ഞ് ഈ BJP വരുന്നതിനെ തടയാം എന്ന് സാറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ UDFൻ്റെ പ്രതിനിധി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ച് നാളുകൂടി ഇതൊക്കെ പറഞ്ഞോളൂ. ജനം ഈ സത്യാവസ്ഥയെല്ലാം മനസ്സിലാക്കി BJPക്കൊപ്പം ഓരോ ദിവസവും പുതിയ ആൾക്കാർ BJPയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJPയും NDAയും ഈ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളും. കൂടുതൽ വോട്ട് നൽകി ഏതാനും സ്ഥലങ്ങളിൽ വിജയിപ്പിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാണുന്ന പൊതുജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്നും കൂടെ ഞാൻ അവരോടും കൂടി അഭ്യർത്ഥിക്കും. ചോദ്യങ്ങളില്ല. ഏതാനും സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോഴേക്കും കോട്ടയം പ്രതീക്ഷയില്ല. കോട്ടയത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ല ഞാൻ പറഞ്ഞേ. പിന്നെ 2 കാര്യം എനിക്ക് പ്രിയപ്പെട്ട ജോണി ചേട്ടൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം UDFിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. അദ്ദേഹത്തെ UDFിൽ നിന്ന് കേരള കോൺഗ്രസിൽ നിന്നും ആരും ഇറക്കി വിട്ടതല്ല. അദ്ദേഹം സ്വയമായി UDFിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയതാണ്. അദ്ദേഹം ഇറങ്ങിപ്പോയതിന് ശേഷമാണ് UDF പുതിയ സെക്രട്ടറിയെ വെച്ചത്. അദ്ദേഹം അദ്ദേഹം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു. അവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് PJ ജോസഫ് സാറ് നയിക്കുന്ന ഞങ്ങളുടെ അല്ലല്ല പ്രശ്നം എന്തായാലും അവിടുന്ന് അദ്ദേഹം രാജിവെച്ചോ അല്ലെ പുറത്താക്കിയോ, ഏതായാലും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് അദ്ദേഹം വന്നു. PJ ജോസഫ് സാറ് 2 കൈ നീട്ടി സ്വീകരിച്ചു. അദ്ദേഹത്തെ ഡെപ്യൂട്ടി ചെയർമാനെ നിയമിച്ചു. അദ്ദേഹത്തിന് സുഖമായി പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ വേദനയോടുകൂടി പറഞ്ഞു, ജോസ് കെ മാണിയെ പുറത്താക്കല്ലേ എന്ന് ഞാൻ കെഞ്ചി എന്നാണ് പറഞ്ഞ്. അദ്ദേഹം കൂടിയുള്ള ഞങ്ങളുടെ പാർട്ടി UDF നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് പിളരരുതായിരുന്നു, ഒരിക്കലും പിളരരുതെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത്. CF തോമസ് സാർ ഉൾപ്പെടെ PJ ജോസഫ് സാർ ഉൾപ്പെടെ പിളരാതിരിക്കുന്നതിന് വേണ്ടി എന്തു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായി. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരള കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ CF തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ, മാണി സാറിൻ്റെ നിഴലായിരുന്ന CF തോമസ് സാറ് ഉൾപ്പെടെയുള്ള ആളുകൾ, EJ ആഗസ്റ്റ് സാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ UDFിൻ്റെ ഭാഗമായി നിന്നു. സ്വാഭാവികമായി UDFിനൊപ്പം നിന്നപ്പോൾ ഇവിടെ ജില്ലാ പഞ്ചായത്തിലെ 2 മെമ്പർമാർ ഞങ്ങൾക്കൊപ്പം നിന്നു. അപ്പോൾ സ്വാഭാവിക ഒരു പാർട്ടിയിൽ പിളർപ്പുണ്ടായാൽ UDF ഇടപെട്ട് എന്താ പറയുന്നത്, കേരള കോൺഗ്രസിൽ ലഭിക്കുന്ന പ്രസിഡന്റ്ഷിപ്പിൽ ഒരു ടൈം 6 മാസം മാത്രമേ വെച്ചു. 6 മാസം ജോസഫ് വിഭാഗത്തിന് ഞങ്ങളുടെ പാർട്ടിക്ക് നൽകണമെന്ന് പാർട്ടി UDF സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് തീരുമാനമെടുത്തു. ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് 10 മിനിറ്റ് മുമ്പ് അത് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു. ഇവിടെ ജോർജ് ഫിലിപ്പ് ഉൾപ്പെടെ ഇവരുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും കൂടെ ഇവിടെ പ്രഖ്യാപിച്ച വീഡിയോ ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. ആദ്യത്തെ ടൈം 8 മാസമോ നമ്മുടെ സെബാസ്റ്റ്യൻ കൊടുത്തെങ്കിലും തുടർന്നുള്ള 6 മാസം അജിത് മുദ്രമലയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം 8 മാസം കഴിഞ്ഞപ്പോൾ നടപ്പാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, നിരന്തരമായി ആവശ്യപ്പെട്ടു. ജോണി ചേട്ടൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ജോണി ചേട്ടൻ പറഞ്ഞു നമുക്കത് വാങ്ങിച്ചെടുക്കണം, UDFിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം. അപ്പം അങ്ങനെ UDF വാക്ക് പാലിക്കണം, എഗ്രിമെൻ്റ് പാലിക്കണം. അല്ലെങ്കിൽ UDF എടുത്ത തീരുമാനം അത് നടപ്പാക്കാത്ത, അത് അംഗീകരിക്കാത്ത കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് അത് അംഗീകരിക്കുന്നത് വരെ ഈ മുന്നണിയിൽ തുടരാൻ അവകാശമില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പുറത്താക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഏത് കക്ഷിയിൽ LDFിലാണെങ്കിൽ LDF എടുക്കുന്ന തീരുമാനം, ആ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ അവിടെ ഒന്നും പുറത്തു പോകേണ്ടി വരും. ഏത് മുന്നണി നിൽക്കുന്നു ആ മുന്നണി മര്യാദ കാണിക്കുക തന്നെ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സുഹൃത്ത് കെ മാണി സാറിനെ കാലുവാരില്ലെന്ന്
എടോ സുഹൃത്തെ, കെ എം മാണി സാർ ഞാൻ 9 വയസ്സ് മുതൽ KSCക്ക് ചിന്ത വിളിക്കുന്നതിനാ. കെ എം മാണി സാർ മത്സരിച്ച് എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിനൊപ്പം ജീവൻ പണയം പഠിച്ച് നിന്നവനാ. ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ പൂഞ്ഞാർ സീറ്റ് കിട്ടാഞ്ഞപ്പോൾ ഞാൻ കാറിക്കൊണ്ട് ഓടി. ഞാൻ പൂഞ്ഞാർ സീറ്റ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കെ എം മാണി സാർ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് തന്ന. അവസാനം ചില കുൽസിത നീക്കത്തിൻ്റെ ഫലമായി പാർട്ടിയുമായി പുനബന്ധമില്ലാത്ത കെ എം മാണി സാറിനെയും ജോസ് കെ മാണിയെയും ഏറ്റവും കൂടുതൽ തെറി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പാലായിൽ നിന്ന് ശ്രീ ജോർജ് കുട്ടി അഗസ്തി പറഞ്ഞത് ജോസ് കെ മാണി സോഡായിക്കകത്ത് കുളിക്കുകയുള്ളൂ. ഇവന് KSRTC ബസ്സിൽ കയറിയാൽ കോട്ടയത്തിന് പോകാൻ അറിയത്തില്ല. പ്രസംഗിച്ചതാ. പാലാ ജൂബിലി കണ്ടപ്പോൾ അയ്യോ അമ്മച്ചി ഇവിടെ എന്നാ പരിപാടി എന്ന് ചോദിച്ചവനാ. അവനാണ് എന്നെ മാറ്റി ഈ പാർട്ടിക്ക് വേണ്ടി, കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തി പോരാടിയ എന്നെ മാറ്റി സീറ്റ് കൊടുത്തത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് പ്രതിഷേധിക്കണ്ടേ? ഞാൻ പ്രതിഷേധിച്ചു. ഈ പാർട്ടിയുമായി പുനബന്ധമില്ലാത്തവൻ, ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവൻ, അവന് പിടിച്ച് സീറ്റ് കൊടുത്താൽ ആ ആർജവത്തുള്ള യുവ നേതാവെന്നതിൽ ഞാൻ പ്രതികരിച്ചു. ഞാൻ പ്രതികരിച്ചപ്പോൾ പ്രിയപ്പെട്ട കെ എം മാണി സാർ എന്നെ വിളിച്ചു. സജിമോനെ നീ വരണം, എന്നെ കാണണം. ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാനും ജോസ് കെ മാണി ഈ ഇരിക്കുന്ന പ്രസാദ് ഉൾപ്പെടെ ഇരിക്കുന്ന ആളുകൾ ഇരിക്കുന്ന വേദിയിൽ വെച്ച് മാണി സാറിന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു നിനക്ക് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, കോൺഗ്രസിന് താല്പര്യമുള്ള സ്ഥാനാർത്ഥിയായി പോയി, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അടുത്ത തവണ നിനക്കൊരു സീറ്റ് ഞാൻ തരുമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു മാണി സാറേ നീ ഏത് സീറ്റാണ് എനിക്ക് തരാനുള്ളത്? ഇവിടെ അന്ന് ചാഴികാടാണ് ഏറ്റുമാനും മത്സരം, അദ്ദേഹം ജയിക്കും പ്രതീക്ഷിക്കുന്ന. ജോർജ് കുട്ടി അഗസ്തി പൂഞ്ഞാറിൽ ജയിക്കും. പിന്നെ എവിടെ സീറ്റ്? കേരള കോൺഗ്രസ് ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അല്ല ഞാൻ പറഞ്ഞത് ഏതായാലും ഞങ്ങളൊന്നും കെ എം മാണി സാറിനെ വഞ്ചിച്ചു, ഞാൻ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. കെ എം മാണി സാർ UDF-നൊപ്പം ആ കാലഘട്ടം അത്രയും അദ്ദേഹത്തെ മരിച്ചടക്കുന്ന ആ സമയം വരെ UDF-നൊപ്പം മാണി സാറിനൊപ്പം ഞാനുണ്ടായിരുന്നു. ഏറ്റവും അദ്ദേഹത്തിനോട് അടുത്ത് ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല. ഞങ്ങൾ ആരും വഞ്ചിച്ചിട്ടില്ല. കെ എം മാണി സാറിനെ ഞങ്ങൾ ആരും ചീത്തയും വിളിച്ചിട്ടില്ല. ചീത്ത വിളിക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം നിരപരാധിയാണ്. നിരപരാധിയായ കെ എം മാണി സാർ വേട്ടയാടപ്പെട്ടു. ആ വേട്ടയാടിയവരോടൊപ്പമാണ് ഇപ്പൊ ഇരുന്ന് ഞങ്ങളെ കൊഞ്ഞനം കുത്തി കാണിച്ചാൽ അതൊന്നും ഇവിടെ അംഗീകരിക്കാൻ സമയമില്ല. ഓക്കെ, പെട്ടെന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ഞാൻ വേറൊന്നും പറയുന്നില്ല. ഈ സജി ഈ ആളുകളെയും പറഞ്ഞതൊക്കെ ശരിയാണോ? ഇത് കാണുന്നവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ പറയുന്നു. ഞാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ചെല്ലുന്ന UDF-ൻ്റെ സെക്രട്ടറി ആയിട്ടാണ്. എനിക്ക് അവരുണ്ടാക്കി തന്നല്ല. ഞാൻ ആ സെക്രട്ടറിയുമായി പോയി. അതെനിക്ക് സംരക്ഷിച്ച് തരാമെന്ന് വാക്കുണ്ടായിരുന്നു. VD സതീശൻ ചെയർമാനായി വന്ന ശേഷം ഞാൻ സജിയോടും പറഞ്ഞിട്ടുണ്ട്, എന്നെ മനഃപൂർവ്വമായി ഇയാൾ ആ സ്ഥാനത്ത് അവഗണിക്കുന്നു എന്ന് നിരന്തരം PJ ജോസഫ് സാറിനോടും മോർച്ച് ജോസഫിനോടും ഞാൻ പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. അവസാനം അനിൽ കേൾക്കണം, തിരുവനന്തപുരത്ത് രാജ്ഭവൻ്റെ മുമ്പിൽ ഒരു ഉപവാസം ഞാൻ ഉൾപ്പെടെ അവിടെ പോയിട്ട് കോൺഗ്രസിൻ്റെ MLA വിൻസെൻറ്റും ശരത്ചന്ദ്ര പ്രസാദും എല്ലാം വിളിച്ചു പറഞ്ഞിട്ടും എൻ്റെ പേര് പോലും പറയാതെ UDF സെക്രട്ടറി ആയിരിക്കുന്ന എൻ്റെ പേരും പറയാതെ ഞാൻ ആക്ഷേപിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം കൊടുക്കാൻ പോയപ്പോൾ പറയുന്ന മോശ എൻ്റെ ബലഹീനതയായിട്ടത് കാണും. കസേര പോലും തരാതെ പേര് പറയാതെ എന്നെ ആക്ഷേപിച്ചു. UDF സെക്രട്ടറി സ്ഥാനം മരവിപ്പിച്ചു. അതിന് കൂട്ടുനിന്നു PJ ജോസഫ് സാർ. അങ്ങനെയുള്ള PJ ജോസഫ് സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ചെയ്തത് വഞ്ചനയാണ്, ഞാനതുകൊണ്ടില്ല എന്ന് പറഞ്ഞാൽ പോകുന്ന, അല്ലാതെ ഇവർ തന്ന സാധനം ഒന്നും വിട്ടിട്ടൊന്നും പോകുന്നതല്ല. അതില്ലാതെ മരവിപ്പിച്ചപ്പോൾ ആണ് ഞാൻ പുറത്തു പോകുന്നത്. ഇങ്ങനെയൊക്കെ മനത് മനസ്സിലാക്കി വെച്ചു. അത്ര ഞാൻ പറയുന്നു. ഒരു ക്ലാരിഫിക്കേഷൻ. അതെ, അദ്ദേഹം ജേക്കബ് ഗ്രൂപ്പ് വിഭാഗത്തിൽ നിന്നപ്പോൾ ജേക്കബ് ഗ്രൂപ്പിന് കൊടുത്തതാണ് സെക്രട്ടറി സ്ഥാനം എന്നാണ് പറഞ്ഞു കേട്ടോ. പറയട്ടെ, ജേക്കബ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ ലീഡർ ആയിരിക്കുന്ന അനൂപ് ജേക്കബ് UDF-ൽ എഴുതി കൊടുത്തു. അദ്ദേഹത്തിന് കത്തുണ്ട്. അദ്ദേഹം എഴുതി കൊടുത്തു, ഞങ്ങളുടെ പാർട്ടിയുടെ ഇതാണ് സെക്രട്ടറി, അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് മരവിപ്പിച്ച്. ഞങ്ങളാരും ജോസഫ് സാർ ഒന്നും മരവിപ്പിക്കാൻ പറഞ്ഞില്ല. ഇങ്ങനെ ചർച്ച കൊണ്ടുവന്ന പക്ഷേ ഒന്ന് സജി മനസ്സിലായിക്കോ, അങ്കമാലി സീറ്റിൽ മത്സരിച്ച എനിക്ക് അങ്കമാലി സീറ്റ് നിഷേധിച്ചപ്പോൾ എനിക്ക് സീറ്റില്ലാതെ വന്നപ്പോൾ അതിന് പകരമായി ശ്രീ ഉമ്മൻചാണ്ടി എനിക്ക് തന്ന ഒരു സ്ഥാനമാണ് ഇത്. അത് മാത്രമല്ല, ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അത് ജോണി നെല്ലൂർ എന്നൊരു വ്യക്തിക്ക് കൊടുത്തതാണ്. കേരള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യം സംസാരിച്ചോട്ടെ. ഓക്കെ, നമസ്കാരം. ഞാൻ ആരോടാ ചോദ്യമുണ്ടോ? ചോദ്യം 3 മുന്നണികളോട് ചോദിക്കാനുണ്ട്. ഞാൻ ഡോക്ടർ ദിനേശ് കർത്ത, ഇന്ത്യൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഗ്രാജുവേറ്റ്സ് മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞ നാച്ചുറോപ്പതി ആൻഡ് യോഗ ക്വാളിഫൈഡ് ഡോക്ടേഴ്സിൻ്റെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഈ കഴിഞ്ഞ മാസം എനിക്ക് 3 പേരോടും ചോദിക്കാനുള്ളത്, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ചോദ്യമാണ്. ഞങ്ങളുടെ സംഘടനയുടെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം. ഇപ്പോൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ഒരു അവസരം കിട്ടുന്നതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ഞാൻ ചോദിക്കാം. അതായത് കഴിഞ്ഞ മാസം ഒരമ്മയും കുഞ്ഞും വ്യാജ അക്യുപഞ്ചർ ചികിത്സയെ തുടർന്ന് തിരുവനന്തപുരത്ത് മരണപ്പെട്ടു. ഈ വാർത്ത
എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ ഇന്ത്യൻ ഇനിഗ്മ എന്ന് പറയുന്ന സംഘടന യഥാർത്ഥത്തിൽ ഇവിടെ നാച്ചുറോപ്പതി ആൻഡ് യോഗ, അക്യുപഞ്ചർ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ 5.5 വർഷത്തെ ഡിഗ്രി, ബാച്ചലർ ഇൻ നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്ന് പറയുന്ന 5.5 വർഷത്തെ മെഡിക്കൽ ബിരുദം കഴിഞ്ഞ ഡോക്ടേഴ്സിൻ്റെ സംഘടനയാണ്. ഞങ്ങളുടെ പരാതി, ഇങ്ങനെ ഒരു സംഭവം ആരോഗ്യരംഗത്ത് വളരെയധികം മുന്നേറ്റം നടത്തിയെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ നടന്നിട്ടും ഇന്നും കൂണുപോലെ വ്യാജ അക്യുപഞ്ചർ ചികിത്സാ സ്ഥാപനങ്ങളും അതേപോലെ പ്രകൃതി ചികിത്സയുടെ പേര് മാറ്റി പ്രകൃതി വേറെ എന്തെങ്കിലും ആക്കും, ഇതേ രീതിയിലുള്ള പല രീതിയിലുള്ള ചികിത്സകൾ, വ്യാജ ചികിത്സകൾ ഇവിടെ കൊഴുത്ത് തിമർക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതേപോലെ തന്നെ അന്യ സംസ്ഥാനത്തെ അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾ, അന്യ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ, ഇവയിൽ നിന്നെല്ലാമുള്ള മെഡിക്കൽ ബിരുദം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഡോക്ടർ എന്ന് വെച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നവർ, ഇതൊരു സാമൂഹിക പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്. എനിക്കറിയേണ്ടത് ഇവിടെ ഈ ഒരു വിഷയത്തിൽ എന്താണ് ഈ പറഞ്ഞ വ്യാജ മെഡിക്കൽ കോഴ്സുകൾ മുളച്ചു പൊന്തുന്നതിനെതിരെ എന്ത് നിലപാടാണ് ഇവിടെ LDF സ്വീകരിക്കുക? അതേപോലെ തന്നെ കേന്ദ്രത്തിൽ ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് അങ്ങേക്ക് ചെലുത്താൻ കഴിയുക? മൂന്നാമത് സജി മഞ്ഞക്കടമ്പിനോടും ഇതേ ചോദ്യം തന്നെയാണുള്ളത്. ഈ പറഞ്ഞ രീതിയിലുള്ള നിലവാരമില്ലാത്ത കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ തച്ച് തകർക്കുന്ന ഈ പൊയ്മുഖങ്ങൾക്കെതിരെ എന്ത് നിലപാടാണ് UDF സ്വീകരിക്കുക? ഓക്കെ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് രാഷ്ട്രീയമില്ല അതിൽ, പക്ഷേ എങ്കിലും അദ്ദേഹം ഒരു അസോസിയേഷൻ്റെ ഒരു സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ജനസഭ വേദിയാക്കി അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. അതിനൊരു പരിഹാരം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഡോക്ടർ ദിനേശ് കർത്ത ഇവിടെ പറഞ്ഞ കാര്യം മനസാക്ഷിയുള്ള എല്ലാവരും ഞെട്ടിപ്പിക്കുന്നതാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. ഒരു കാര്യം നിസ്സംശയം ഇവിടെ പറയാം, ഇതൊരു തെരഞ്ഞെടുപ്പ് വേദി അതിനുമായി ബന്ധപ്പെട്ടുള്ളൊരു ചർച്ചയായതുകൊണ്ട് പറയുകയല്ല. താങ്കളെ ഉന്നയിച്ച കാര്യം അതിശക്തമായി ബന്ധപ്പെട്ട ഭരണാധികാരിയുടെ മുമ്പാകെ കൊണ്ടുവരികയും അതിന് കർശനമായ നിയന്ത്രണം, കുറ്റവാളികളെ പിടികൂടി ജയിലിലടയ്ക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ കേരള കോൺഗ്രസ് പാർട്ടി അതിശക്തമായി നിലപാടെടുക്കും എന്ന് മാത്രം ഞാൻ തെരഞ്ഞെടുപ്പ് പറയും. യെസ്, ഈ വ്യാജന്മാരെ കണ്ടെത്തി ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ 5.5 വർഷം പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ മുന്നിൽ ഇത് മീഡിയയിൽ ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ മീഡിയ 1 ചാനലിൽ ഒരു വ്യാജ ഡോക്ടറെ കൊണ്ടിരുത്തിയാണ് ഈ ചർച്ച നയിച്ചത്. ഇതാണ് ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള തെളിവുകൾ ഞാൻ അനിൽജിക്ക് പിന്നീട് ഹാജരാക്കാം. അവർക്ക് അജണ്ട ഉണ്ടാവും അക്കാര്യത്തിൽ. പ്രിയപ്പെട്ട ഡോക്ടർ ഈ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നുന്നില്ല. കാരണം അത് കേരളത്തിലെ സാമൂഹ്യ പരിച്ഛേദമാണ്. ആ വിഷയം എന്തുകൊണ്ടാണ് കേരളം ചർച്ച ചെയ്യാതെ പോയത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് കാര്യം ഇതുവരെ ചർച്ച ചെയ്യാതെ പോകാനുണ്ടായ കാരണം അതൊരു പ്രത്യേക സമുദായത്തിലെ സമൂഹത്തിലെ ഒരു കുടുംബത്തിലെ വിഷയമായതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉന്നയിക്കും. നിങ്ങൾ ചോദിച്ചത് കോവിഡ് വാക്സിനേഷൻ, ഇപ്പം ആലപ്പുഴയിൽ മത്സരിക്കുന്ന MP ഉണ്ടല്ലോ ആരിഫ് അന്നത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വാക്സിനേഷൻ ഞങ്ങൾ എടുക്കില്ല, വാക്സിനേഷൻ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏക കാരണമുണ്ട്. ഒരു വാക്സിൻ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ മിനിമം 7-8 വർഷത്തെ ഗവേഷണത്തിന്റെ ഫലമാണ് ഒരു വാക്സിൻ. അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയ പോലെ ഒരു വാക്സിൻ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ശവസംസ്കാരം നടന്നപ്പോൾ കൊറോണ പാത്രം കൊട്ടി ഗോ കൊറോണ എന്ന് വാക്സിനേഷൻ, ഇന്ത്യ ഗവൺമെന്റിന്റെ വാക്സിനേഷൻ ഈ രാജ്യത്തെ 130 കോടി ജനങ്ങൾക്ക് കൊടുത്തിട്ട് ആർക്കാണ് എന്താണ് കുഴപ്പമുണ്ടായത്? ഈ രാജ്യത്ത് കോവിഡ് നിന്നില്ലേ? തീർച്ചയായും ഞങ്ങളുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ ഇടപെടും. ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങൾ നടപടികളുണ്ടാകും. എനിക്ക് ഡോക്ടറോട് പറയാനുള്ള സാറേ, ഒരു 2.5 വർഷം കൂടെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഇത് കേരളം വ്യാജന്മാരുടെ ഒരു കേരളമാണ്. വ്യാജ സർട്ടിഫിക്കറ്റ്, നമ്മൾ ഏത് സർട്ടിഫിക്കറ്റ് വേണം വ്യാജമായിട്ട് കിട്ടും. ഇത് ഞാനത് പറയട്ടെ പ്ലീസ്. അപ്പോൾ ഈ ഗവൺമെന്റ് വ്യാജന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റാ. നമുക്ക് വരുന്ന 2.5 വർഷം കഴിയുമ്പോൾ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കും. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഈ വ്യാജന്മാരെയൊക്കെ നമ്മൾ പിടിക്കും, പുറത്താക്കും, ആരോഗ്യ മേഖല സംശുദ്ധമാക്കും. ഇപ്പോൾ ഡോക്ടർ അതിനുവേണ്ടി കണ്ടമാനം പരിശ്രമിച്ചിട്ട് കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും ഇത്
ഏതായാലും ഇത് ഐക്യ ജനാധിപത്യ മുന്നണി ഈ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കും. ഇതിനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഡോക്ടറോടൊപ്പം ഉണ്ടാവും. എന്തായാലും മൂന്ന് മുന്നണികളും ഇതിന് അർഹമായ പ്രാധാന്യം കൊടുക്കണം, അത് പരിഗണിക്കണം എന്ന ഒരു അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വെക്കണം. യെസ് ചേട്ടാ ഒരു മിനിറ്റ് ചോദ്യം പെട്ടെന്ന് അത് പിടിക്കാൻ പിണറായിയുടെ പോലീസ് കോട്ടയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു കാർഷിക മേഖലയാണ് ഇവിടെ. ഇവിടെ കാർഷിക മേഖലയുടെ വില തകർച്ച ഏറെ ചർച്ചയാകുന്ന സമയമാണിത്. ഇവിടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ഒരു ചോദ്യം. അതുപോലെ തന്നെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതക രാഷ്ട്രീയത്തെ പറ്റി മുമ്പേ ബഹുമാനപ്പെട്ട LDFന്റെ ഭാഗത്തു നിന്ന് സംസാരിച്ച ആൾ പറഞ്ഞു ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചെന്ന്. നിങ്ങളുടെ ഒരു പ്രതികരണം പോലും ഈ സംഭവത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കൊലയാളികൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്നിട്ടാണ് നിങ്ങൾ ഈ ഇലക്ഷനെ നേരിടുന്നത്. അതേ സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ടാണ്, എന്നിട്ട് അതായത് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്, LDF എന്ന ബോർഡ് പോലും വെക്കാതെ വെറും ചാഴികാരന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്ററുകളും ഫ്ലെക്സുകളും സോഷ്യൽ മീഡിയ വഴി നിരത്തുന്നത് എന്തുകൊണ്ട്? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഇല്ലാതെ കൺവെൻഷനുകൾ നടത്തുന്നത് എന്തുകൊണ്ട്? അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നിങ്ങളുടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പടമില്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഫ്ലെക്സുകൾ നിരത്തുന്നത്? അവരെല്ലാം ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവരാണെന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇലക്ഷനിൽ പരാജയം ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നാടകമല്ലേ ഇത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശ്രീ ജോണി അങ്ങനെയുണ്ടോ? മുഖ്യമന്ത്രിയുടെ പടമില്ല, പടമില്ല, ഉണ്ടോ? അല്ലെന്നേ ആവശ്യമില്ലാത്ത എന്തുകൊണ്ടാ? അല്ല ആവശ്യമില്ലെന്ന് പറയരുത്. മറുപടി പറയട്ടെ. ഒന്ന്, ഇപ്പോ നമ്മുടെ സജി മഞ്ഞക്കടമ്പിൽ നന്നായി സ്വപ്നം കാണുന്ന ആളാണ്. അതാണല്ലോ 2.5 വർഷം കഴിയുമ്പോൾ അത് സ്വപ്നം കണ്ടു. 2021 തെരഞ്ഞെടുപ്പിൽ സ്വപ്നം കാണുക മാത്രമല്ല, മന്ത്രിമാരെയും സ്റ്റാഫിനെയും വരെ നിശ്ചയിച്ചവരാണ്. ഞാൻ ചോദിച്ച ചോദ്യം സിദ്ധാർത്ഥനെ കൊന്ന കേസിൽ 18 പേരെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടച്ചു. 18 പേരെ, 19ാമത്തെ ആളെ 20 പേരെ പിടിച്ചു. ഇനി കേക്ക്, CBI എന്ന് പറയുന്ന ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ പിതാവ് ആവശ്യപ്പെട്ടു. ഒരു നിമിഷം വൈകാതെ അത് കൊടുത്തു, ഉത്തരവിട്ടു. പിന്നെ 20 പേരെ പിടിച്ചവര്. CBI വരാതിരിക്കാൻ കോടികൾ സുപ്രീം കോടതിയിൽ ഇറക്കിയൊരു പാർട്ടിയാണ്, അറിയാലോ CBI വരാതിരിക്കാൻ. പക്ഷേ ഈ വിഷയത്തിൽ ഒരു നിവേദനം കൊടുത്തപ്പോൾ അപ്പോ CBI അന്വേഷിച്ചു. ഏതായാലും നിങ്ങൾ പറയുന്ന രീതിയിൽ ഇവരെ രക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാമല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ DYFI SFI എന്ന് പറഞ്ഞു. ആ പ്രതികളുടെ ഓരോരുത്തരുടെയും പാരമ്പര്യവും രാഷ്ട്രീയ ചരിത്രമൊക്കെ ഒന്ന് പരിശോധിക്കും. SFIക്കാരുണ്ട്, അതിനകത്ത് കോൺഗ്രസ്സുകാരുടെ മക്കളില്ലേ, KSUക്കാരില്ലേ? ഞാൻ തെളിവ് തരാം. എന്താ പിന്നെ നിങ്ങളെങ്ങനെയാ SFI എന്നെങ്ങനെ പറയണേ? കൊല്ലത്തുള്ള ആ ക്യാമ്പസിൽ ഒരു സംഘടന മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ആ ക്യാമ്പസിൽ ഒരു സംഘടന മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഒരു യുവാവിനെ കൊന്നു കെട്ടി തൂക്കിട്ട് പറയണ മറുപടി കാര്യമുണ്ടോ? 19 പേർക്ക്. ഞാൻ ചോദിക്കട്ടെ, ആ പ്രതികളെ അറസ്റ്റ് ചെയ്താണോ ഇപ്പൊ കുഴപ്പം? ആ പ്രതികളെ അറസ്റ്റ് ചെയ്ത അല്ല, ആ പ്രതികളെ അറസ്റ്റ് ചെയ്താണോ കുഴപ്പം? അല്ല, നിങ്ങളെന്നാ പറയണേ, പ്രതികളെ അറസ്റ്റ് ചെയ്താണോ കുഴപ്പം? ശ്രീ ജോണി നെല്ലൂർ, എനിക്ക് ഒരഭ്യർത്ഥന കൂടിയുണ്ട്. ശ്രീ ജോണി നെല്ലൂർ, സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ട് ഒരു നഷ്ടപരിഹാരം എന്തെങ്കിലും ഒന്ന് കൊടുക്കണം? നിങ്ങൾ ആ ജുനൈദിന്റെ കുടുംബത്തിനൊക്കെ കൊണ്ടേ കൊടുത്തല്ലേ 10 ലക്ഷം? നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? ഒരു വിദ്യാർത്ഥിയെ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, അതിനെയൊന്നും ഒരു കാരണവശാലും അനുകൂലിക്കുന്ന ആളല്ല ഞാൻ, അനുകൂലിക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. പക്ഷേ അവരെ അറസ്റ്റ് ചെയ്തതാണ് തെറ്റെന്നാണോ ഇപ്പൊ നിങ്ങൾ പറയുന്നത്?
യെസ്. അല്ല, പ്രതികൾ ആരെങ്കിലും ഡീൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. ആ കേസിന്റെ അന്വേഷണം നടക്കുകയാ. ഒരു പ്രതിയും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഒരു പ്രതിയും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഒരു പ്രതിയും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ അന്വേഷണം നടക്കുകയല്ലേ? അന്വേഷണം നടക്കുക. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ കേസുകളൊക്കെ കുറിച്ച് അറിയാവുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ്. പറയാം. ആ കേസിൽ ഒരു കേസുണ്ടായാൽ നാട്ടുകാർ പറയുന്ന മുഴുവൻ ആളുകളും പോയി പ്രതിയായി പിടിച്ചു കൊണ്ടുവരുമല്ല, തെളിവ് വേണം. ആ തെളിവ് അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന പ്രതികളെ പിടിക്കാൻ അല്ലല്ല, പ്രതികളെ പിടിക്കാൻ ആളുകളെ മുഴുവൻ പിടിക്കും. എന്റെ ഈ ആവേശം ഈ ആവേശം ആ പ്രതികളെ പിടികൂടണമെന്ന് നിങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടോ? ഓരോരുത്തർ ആവശ്യപ്പെട്ടില്ല. അല്ല, ഇപ്പൊ ഞാൻ പറയണത് ഒരു പ്രതികളെ പിടികൂടിയതാണ് തെറ്റെങ്കിൽ പ്രതികളെ പിടികൂടിയതാണോ തെറ്റ്? അതാണോ നിങ്ങളുടെ ആക്ഷേപം? അതല്ല പറഞ്ഞത്. കൂടുതൽ പ്രതികളുണ്ട്, ഡീൻ ഉൾപ്പെടെയുള്ളവരുണ്ട്, അസിസ്റ്റന്റ് വാർഡനുണ്ട്. പിന്നെ അത് മാത്രമല്ല അക്ഷയ് എന്നൊരു വിദ്യാർത്ഥിയുണ്ട്. അവരെ ഒന്നും പിടിക്കുന്നില്ല. ചോദിക്കുന്ന കേട്ടോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന മട്ടാണല്ലോ. അല്ല എത്ര പ്രതി ഉണ്ടെങ്കിലും പിടികൂടിയിരിക്കും. സംശയം വേണ്ട. നഷ്ടപരിഹാരം കൂടി ഒന്ന് ആ കുടുംബത്തിന് കൊടുക്കണം. നഷ്ടപരിഹാരത്തെ കുറിച്ച് ഇപ്പൊ അനിൽ നമ്പ്യാരോട് പറയുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അത് ശ്രദ്ധയിൽപ്പെടുത്തണം, മുഖ്യമന്ത്രിയുടെ തീർച്ചയായിട്ടും അത് പെടുത്തും. അത് മാത്രമല്ല, നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യം ഉൾപ്പെടെ ആ കുടുംബത്തിന് ഏതെല്ലാം വിധത്തിൽ സംരക്ഷണം കൊടുക്കാമോ അത് കൊടുക്കുന്ന കാര്യം ഉൾപ്പെടെ ഗൗരവമായി കാണുകയും ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളോട് പറയുകയും ചെയ്യും. യെസ്, താങ്ക് യു.